അതിക്രൂരന്മാരും അന്യരെ പ്രതിരോധിക്കുന്നവരുമായിരുന്നു ഗാരോ ഗോത്രം. ഇവരെ തലവേട്ടക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നു. തങ്ങളുടെ ഗോത്രയുദ്ധങ്ങളിൽ ശത്രുക്കളുടെ തല വെട്ടിയെടുത്ത് അത് വിജയ അടയാളമായി സൂക്ഷിച്ചു വന്നിരുന്നതിനാലാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചത്. ഈ വസ്തുതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരു മിഷണറി ഗാരോ ഗോത്രത്തിന്റെ ഇടയിൽ ചെന്നു. ഈ ജനങ്ങളും ദൈവസ്നേഹം അറിയണം എന്ന് അവൻ വിശ്വസിച്ചു. അവൻ സുവിശേഷം അറിയിച്ചു തുടങ്ങിയപ്പോൾ അവർ അവനെ നിരസിച്ചു ഓടിച്ചു കളഞ്ഞു. എന്നാൽ ഒരാൾ ഈ മിഷണറിയുടെ വാക്കുകളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. ഗാരോ ഗോത്രവാസിയായ അവന്റെ പേര് നോക്സെങ് എന്നാണ്. മിഷണറി തന്നോട് പങ്കുവച്ച ദൈവവചനം അവൻ ശ്രദ്ധയോടെ കേട്ടു. ദൈവസ്നേഹം അവനെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ നോക്സെങ്ങും അവന്റെ കുടുംബവും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവർ തങ്ങളുടെ വിശ്വാസം മറ്റു ഗോത്രവാസികളോട് പങ്കിടുവാനും അവർ യേശുവിനെ വിശ്വസിക്കുവാനും ഇടയായി. ഈ വാർത്തയറിഞ്ഞ ഗോത്രത്തലവൻ ക്രുദ്ധിച്ചു.